കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വളരെ നിർണായകമായ ഒരു വലിയ തീരുമാനം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ആ തീരുമാനം നടപ്പിലാക്കാതെ അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു. അത്തരമൊരു ഗതികെട്ട സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇത്രയും സ്ഫോടനാത്മകമായ ആ തീരുമാനം എന്താണ് എന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വവും UDF മന്ത്രിമാരും പടച്ചുവിടുന്ന ചില പച്ചക്കള്ളങ്ങളുണ്ട്. ഈ കള്ളങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. പറയുന്നത് കള്ളമാണെന്ന് അത് പറയുന്ന നേതാക്കൾക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ അത് കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം തങ്ങൾ കേൾക്കുന്നത് തികഞ്ഞ കള്ളമാണെന്ന്. എന്നിട്ടും അവർ അത് യാതൊരു ഉളുപ്പുമില്ലാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ UDF നേതാക്കൾ ഈ അടുത്ത് പറഞ്ഞ 3-4 കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഈ നുണ ഫാക്ടറിയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് K മുരളീധരൻ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ സത്യമല്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ KM ഷാജി പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാദങ്ങളും ഇതിനുദാഹരണങ്ങളാണ്. എന്താണ് PM ശ്രീ പദ്ധതിയുടെ യഥാർത്ഥ അവസ്ഥ? കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MP ജെബി മേത്തർക്ക് സാക്ഷാൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ നൽകിയ മറുപടി പരിശോധിച്ചാൽ മതി ഇവരുടെ നുണക്കോട്ടകൾ തകർന്നടിയാൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ഫണ്ട് വാങ്ങിയിട്ടില്ലെന്നും ആ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം വ്യക്തമാക്കിയത്. അതായത് നേതാക്കൾ ഇവിടെ മൈക്കിന് മുന്നിൽ വിളിച്ചു പറയുന്ന നുണകളും കേന്ദ്ര സർക്കാർ പറഞ്ഞ യാഥാർത്ഥ്യവും തമ്മിൽ പുലബന്ധം പോലുമില്ലെന്ന് ചുരുക്കം. കഴിഞ്ഞ ദിവസം മുതൽ കോൺഗ്രസ് നേതൃത്വം ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇനി നമുക്ക് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച ആ പ്രധാന കാര്യത്തിലേക്ക് വരാം. നേതാക്കൾ പറഞ്ഞ ഈ അബദ്ധങ്ങളും കള്ളങ്ങളും പൊളിഞ്ഞു വീണപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം പുതിയൊരു തന്ത്രം മെനഞ്ഞു എന്നാണ്. അതായത് സത്യങ്ങളെ പൊളിക്കുന്ന ഇത്തരം നുണകൾ തന്നെ വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകളിൽ പോകുന്ന വക്താക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയ്ക്ക് പോയി ഒരു ഉളുപ്പുമില്ലാതെ ഈ നുണകൾ വിളിച്ചു പറയുന്ന ദീപ്തി മേരി വർഗീസിനെയാണ് റിപ്പോർട്ടർ TVയുടെ ചർച്ചയിൽ കേരളം കണ്ടത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അവതാരകയ്ക്ക് താൻ പറയുന്ന കാര്യം ബോധ്യപ്പെടുത്താൻ ഒരു വീഡിയോ 3-4 പ്രാവശ്യം ചർച്ചയിൽ പ്ലേ ചെയ്യേണ്ടി വരുന്നത്. സതീശൻ പറയുന്ന കാര്യങ്ങൾ അവതാരകയായ മാധു സജി ദീപ്തിയെ ബോധ്യപ്പെടുത്താൻ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുത്തു. എന്നാൽ തെളിവ് സഹിതം മുന്നിൽ കാണിച്ചിട്ടും അതൊക്കെ എഡിറ്റ് ചെയ്ത കാര്യമാണെന്നായിരുന്നു ദീപ്തിയുടെ വാദം. ഈ വിദണ്ഡവാദം കേട്ട ഒടുവിൽ മാധു സജിക്ക് ദേഷ്യപ്പെടേണ്ടി വരികയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും എന്തിന് എനിക്കറിയാവുന്ന ചില കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ദേഷ്യമുണ്ടായി. അവതാരകയെ പോലും പ്രകോപിപ്പിച്ച ആ ചർച്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒന്ന് നിർബന്ധിതാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു, അതിൽ വലിയ തർക്കമുണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഏറ്റവും അവസാനം ദീപ്തി മേരി വർഗീസ് പറഞ്ഞതുപോലെ പണം കിട്ടിയെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ട്. അതിപ്പോൾ ദീപ്തി മേരി വർഗീസ് കൂടി പറയുന്നു. അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒന്ന് ഈ ചർച്ചയുടെ ഡെക്കോറത്തോടെ തന്നെ എനിക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, ലക്ഷണമൊത്ത കോൺഗ്രസിന്റെ പ്രതിനിധിയായി തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ബഹുമാനിയനായ മാധ്യമപ്രവർത്തകൻ, മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീകുമാർ UDFന് വേണ്ടി കോൺഗ്രസുകാരെക്കാൾ കടുത്ത അഭിപ്രായം പറഞ്ഞ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശാലാർത്ഥത്തിൽ UDFന്റെ മറ്റു 2 പ്രതിനിധികൾ, അതായത് ഒന്ന് MSFന്റെ പ്രതിനിധി, ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി. അപ്പോൾ PM ശ്രീ സംബന്ധിച്ചുള്ള ഈ ചർച്ചയിൽ പോലും UDFന്റെ 3 പ്രതിനിധികളുമായിട്ടാണ് സംവദിക്കേണ്ടതായിട്ട് വരുന്നത്. എനിക്കൊരല്പം സമയം തന്നെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്തായാലും ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കോൺഗ്രസുകാരനായുള്ള സഹപാനലിസ്റ്റ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഹിമാചൽ പ്രദേശിന്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും ഒക്കെ അതേ വഴി സ്വീകരിക്കുന്നതിൽ എന്ത് തെറ്റ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ അങ്ങൊന്ന് ആലോചിച്ച് നോക്കണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അങ്ങയടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? ഇത് തെറ്റെന്നായിരുന്നില്ല പറഞ്ഞത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് അടങ്ങുന്ന നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാളുകൾ പറഞ്ഞത് എന്തായിരുന്നു? ഇതിനെ തള്ളിക്കളയണം എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ MSF നേതാവ് എന്നിട്ട് പറയുന്നു ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്നതാണ് അഭിപ്രായം. എന്റെ MSFന് നട്ടലില്ലായ്മ. നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരം ഞങ്ങൾ ഉയർത്തുമെന്ന് വിളിച്ചു പറയാൻ എന്റെ MSFന് മടി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു എനിക്ക് കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിയോട് സത്യസന്ധമായി വീണ്ടും സഹതാപം തന്നെയാണ്. കാരണം എന്താണ്? അങ്ങ് നുണ പറയുന്നതിൽ എനിക്ക് ഇപ്പോൾ അത്ഭുതമില്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതിവാസ നുണപറയൽ പരിപാടി നടത്തുകയാണ്. നിങ്ങൾക്ക് പോയിന്റ്സ് പറയാനില്ലെങ്കിൽ അത് കോൺഗ്രസ് പ്രതിനിധിയുടെ തലയിലോട്ട് കയറണ്ട.
ആ മര്യാദയില്ല. നിങ്ങൾ മര്യാദയോട് പറഞ്ഞാൽ തലയിൽ കയറാൻ വന്നതല്ല. നിങ്ങൾ കുറെ നേരം എന്നോട് സഹകരിക്കുന്നു. നിങ്ങൾ പറയാനുള്ള പറ. ഇത് നോക്കൂ, പറയട്ടെ. അങ്ങ് സംസാരിച്ചപ്പോൾ ജയ്ക്ക് സംസാരിച്ചില്ലല്ലോ. വിയോജിപ്പുകൾ ഇല്ലാതെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടല്ലോ. ജയ്ക്ക് പറയട്ടെ. അവര് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഇടപെടും. അപ്പൊ അങ്ങ് ഈ കാര്യത്തിൽ അല്പം കൂടെ മര്യാദ കാണിക്കണമെന്ന് ഞാൻ അങ്ങേ വ്യക്തിപരമായി അങ്ങയുടെ പേരെടുത്ത് പോലും പരാമർശിച്ചില്ലോ. അങ്ങയുടെ നല്ല ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സഹപാനലിസ്റ്റിന്റെ പേരെടുത്തൊരു പരാമർശം നടത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ സമീപനമല്ല, ഞങ്ങളുടെ രീതിയല്ല. അതുകൊണ്ടാണ് പ്രശ്നം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് വെച്ചിട്ടാണ് സംവദിക്കുന്നത്. ആ സംവാദത്തിൽ അങ്ങേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് അത് പറയണം. അങ്ങ് മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ മറുപടി പറയും. അപ്പൊ എനിക്ക് അങ്ങ് ഈ ചർച്ചയിൽ നുണ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയും അത്ഭുതവുമില്ല. കാരണം അങ്ങയെ നയിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിങ്ങൾ ഈ MSF-കാരനോട് സമരം ചെയ്തോന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സമരം ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത്? ഈ PM ശ്രീയെ ASF എതിർത്തപ്പോ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയില്ലേ? ഇതിപ്പോ ജേക്കിന്റെ അവസരമല്ലേ? ജേക്ക് പറയൂ, പെട്ടെന്ന് പൂർത്തീകരിക്കും. സമയമില്ല, അതുകൊണ്ടാണ്. എനിക്കും അവസരം തരില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ സഹതാപം എന്ന വാക്ക് പറയില്ല, ഇരിക്കട്ടെ. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രതിവാര നുണപറയൽ പരിപാടിയിൽ പറഞ്ഞത് എന്താണ്? PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, PM ശ്രീയിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു. യൂണിയൻ ഗവൺമെന്റിന്റെ മന്ത്രി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രശ്നമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി നുണ പറയുന്നു എന്നുള്ള കാര്യം നോക്കൂ, നമ്മൾ സഭയിൽ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോഴും അത് പറയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു അങ്ങനെ പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യത കൂടിയാണ്. ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയെ പ്രതിരോധിക്കാനിരിക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങ് കാര്യം പറയൂ. ഞാൻ ആ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം നുണ പറഞ്ഞു എന്ന് എനിക്ക് പറയേണ്ടതായി വന്നു. മുഖ്യമന്ത്രിയാണെന്ന് വെച്ചുകൊണ്ട് നുണ പറഞ്ഞത് നുണയല്ലാതായി മാറി തീരുവോ? അദ്ദേഹം നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് നമ്മളെല്ലാവരും ഏറ്റു പറയണോ? അങ്ങനെ പറയാൻ നിൽക്കുന്നവരുണ്ടാകും, അത് അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല ഏത് വലിയ പൊന്നുതമ്പരാണെങ്കിലും നുണ പറഞ്ഞാൽ നുണയെന്ന് തന്നെ പറയേണ്ടി വരും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് പച്ചക്കള്ളമല്ലേ? PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പണം കിട്ടിയെന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് പച്ചക്കള്ളമല്ലേ? അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. PM ശ്രീയിൽ നിന്ന് പണം വാങ്ങിച്ചു അദ്ദേഹം പറഞ്ഞില്ല, അല്ലെങ്കിൽ കാണിച്ചത് മുഖ്യമന്ത്രിയുടെ PM ശ്രീയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണം വാങ്ങിയെന്ന് പറഞ്ഞു, പണം വാങ്ങിയെന്ന് പറഞ്ഞു. അത് SSKയുടെ പണമാണ് പറഞ്ഞത്. ശരി, അങ്ങ് എന്താണ് പ്ലേ ചെയ്യൂ. തർക്കിക്കണ്ട, ഇത് തർക്കിക്കണ്ട, നമുക്ക് കേൾക്കാം. പ്രൊഡ്യൂസർ ഒന്നുകൂടെ പ്ലേ ചെയ്യൂ. പണം വാങ്ങിയെന്ന് പറഞ്ഞു. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ അംഗമാണ്. മതി പ്രൊഡ്യൂസർ, മതി. സൈൻ ചെയ്ത് പണം വാങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറയണായിരുന്നു. PMCയിൽ സൈൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങി PMCയുടെ പണം വാങ്ങിയെന്നല്ലേ? അദ്ദേഹം PM ശ്രീ എന്ന് പറഞ്ഞിട്ടില്ല. PMCയിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ വേറെ എഗ്രിമെന്റ് ഉണ്ടോ? വേറെ എഗ്രിമെന്റ് ഉണ്ടോ? PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങി എന്നൊരൊറ്റ സെന്റൻസിലാണ് പറഞ്ഞത്. കുത്തുമില്ല, കോമയില്ല. MOU ആണ് സൈൻ ചെയ്തത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ എടുക്കുന്നില്ല അതിനിടയ്ക്ക് ന്യായീകരണം. MOU സൈൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. MOU സൈൻ ചെയ്തു, സൈൻ ചെയ്ത് പണം വാങ്ങി എന്നാ പറഞ്ഞത്. ഇനിയും കേൾക്കണം. എഡിറ്റ് ചെയ്ത് കേൾപ്പിച്ച എങ്ങനെ? എന്റെ പ്രൊഡ്യൂസർ ഒന്നുകൂടെ കേൾപ്പിക്കൂ. ആ സെന്റൻസ് മാത്രം കേട്ടാൽ മതി. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, ശരി, മതി. നമ്മുടെ ഗവൺമെന്റ് സൈൻ ചെയ്ത് പണം വാങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ ജയിക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
പൂർത്തീകരിക്കും ശ്രീ ജയ്ക്ക് പൂർത്തീകരിക്കും. അതെ ഏത് പണം ഏതാ സൈൻ ചെയ്തേ നിങ്ങൾ പറ. വേറെ എന്തിനാണ് വാങ്ങിയെന്ന് എനിക്കറിയില്ല. സൈൻ ചെയ്ത് പണം വാങ്ങിയത് മലയാളം മനസ്സിലാകുന്നില്ല. നിങ്ങളത് അറിയണമായിരുന്നു. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോ 90 കോടി രൂപ എന്തിനു വാങ്ങിച്ചു എന്ന് അറിയാതെ അത് PM ശ്രീയുടെ പണമെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ 90 കോടി ഇന്നതാണെന്ന് പറയണമായിരുന്നു. PM ശ്രീ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറയുമ്പോൾ PM ശ്രീയുടെ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറയുമ്പോൾ PM ശ്രീയുടെ പണം പറയാ. അത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാ, അത് എന്റെ ജോലിയല്ല. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ ജോലിയാണ്. PM ശ്രീയിൽ സൈൻ ചെയ്ത് പണം വാങ്ങി എന്ന് പറഞ്ഞാൽ PM ശ്രീയിൽ നിന്ന് പണം വാങ്ങി എന്നതാണ് മലയാളം. ജയ്ക്ക് പൂർത്തീകരിക്കൂ പ്ലീസ്. പറഞ്ഞില്ല. മാധു നുണ പറയരുത്. നുണ പറയുക എന്ന വാക്ക് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ 10 പ്രാവശ്യം പറയാൻ എനിക്കറിയാം. അങ്ങോട്ടുള്ള മര്യാദ ഇങ്ങോട്ടുള്ളൂ, ഇങ്ങോട്ടുള്ള മര്യാദ അങ്ങോട്ടുള്ളൂ. ശരി, നിങ്ങൾ പറയുന്നേ നാവിൽ വരെ വന്നിട്ട് പരസ്പര ബഹുമാനത്തിന്റെ പേരിലാണ് ഞാൻ മിണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് പറയുന്നു കൊള്ളാം നല്ലതാ. ജയ്ക്ക് പറയൂ. അല്ലെന്നേ, നുണയാന്ന് തോന്നിയാ നുണയാന്ന് പറഞ്ഞു. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത്. വേദനയോടെ സഹതാപത്തോടു കൂടെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ടത് ഒരു കാര്യം. കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ശ്രീ കോൺഗ്രസ് നേതാവ് എനിക്കെന്താ വ്യക്തി അവകാശങ്ങൾ ഒന്നുമില്ലേ? ശരി, ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് സമയം പോയി, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞു അവകാശം ഞാൻ പറഞ്ഞു പറയരുതെന്ന്. ശരി ശരി ശരി